we have studied about our animal friends. നമ്മുടെ മൃഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ? There are different kinds of animals. മൃഗങ്ങള് പലതരത്തിലുണ്ട് അല്ലേ? Some animals are very big animals and some animals are very small animals. Elephant, lion, tiger, bear are the etc. are the examples of big animals. ആനയും എന്താണ്, ജിറാഫും സിംഹവും ബിയറും ഒക്കെ എന്താണ്, വലിയ മൃഗങ്ങളാണ് അല്ലേ? Then there are some small animals. കുറച്ച് ചെറിയ മൃഗങ്ങളും ഉണ്ട്. മംഗൂസ്, കാറ്റ്, സ്പാരോ, സ്ക്വിറൽ ഇതൊക്കെ എന്താണ്, ചെറിയ ആനിമൽസിന് എക്സാമ്പിൾസ് ആണ്. Then there are wild animals and pet animals. Lion, tiger, zebra, rhinoceros are some examples of wild animals. വന്യമൃഗങ്ങൾ കുറെ ഉണ്ട് അല്ലേ? Then there are some pet animals. Cat, cow, rabbit are some examples of pet animals. കുറച്ച് വളർത്തു മൃഗങ്ങളുണ്ട്, കാട്ടിൽ തന്നെയുള്ള വന്യമൃഗങ്ങളുണ്ട്, വലിയ മൃഗങ്ങളുണ്ട്, അത് കൂടാതെ ചെറിയ മൃഗങ്ങളും ഉണ്ട്. Then we have studied about birds. Birds have two legs and they have wings. They used their wings to fly one place to another place. എന്താണ്, പക്ഷികളുണ്ട് അല്ലേ? പക്ഷികൾക്ക് എന്താണ്, കാലുകളുണ്ട്. എത്ര കാലുകള്? Two. They have two legs and they most birds can fly. മിക്കവാറും പക്ഷികൾക്കൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ദീക്ഷിത്, ഷാർപ്നർ വെച്ച് കളിക്കാതെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. മിക്കവാറും പക്ഷികൾക്ക് എന്തുണ്ട്, പറക്കാൻ വേണ്ടിയിട്ടുള്ള എബിലിറ്റി ഉണ്ട് അല്ലേ? They used their wings to fly. അവരവരുടെ ചിറകുകൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാ, പറന്ന് പോകാറ്. Then എന്താണ്, എല്ലാ പക്ഷികൾക്കും പിന്നെ എന്തുണ്ട്, ബീക്ക് ഉണ്ട് അല്ലെ? ബീക്ക്, വാട്ട് ഡു യു മീൻ ബൈ ബീക്ക്? ബീക്ക് എന്ന് വെച്ചാൽ എന്താണ്, കൊക്കുകൾ അല്ലെ? എല്ലാ പക്ഷികൾക്കും എന്തുണ്ട്, കൊക്കുകൾ ഉണ്ട്. And they have two legs and they have wings. They can fly. They used their wings to fly. അവരവരുടെ ചിറകുകൾ ഉപയോഗിച്ച് പറന്നു പോവാറുണ്ട് അല്ലെ? Then insects. We studied in our last class about insects. Insects are the small animals. Insects എന്താണ്, ചെറിയ മൃഗങ്ങളാണ്, ചെറിയ ജീവികളെയാണ് എന്ത് പറയാറ്, ഇൻസെക്റ്റുകൾ എന്ന് പറയാറ് അല്ലെ? ചെറിയ പ്രാണികളൊക്കെ ഉണ്ടല്ലോ, കോക്രോച്ച് ആൻഡ് ബട്ടർഫ്ലൈ, ബീറ്റിൽ, അങ്ങനെയുള്ള ചെറിയ പ്രാണികളൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് നമ്മൾ ഇൻസെക്ട് എന്ന് പറയാം. And there are a speciality of insect and they have 6 legs. ഇൻസെക്റ്റുകൾക്ക് എത്ര കാലുകളുണ്ട്? 6. Insects have 6 legs. 6 കാലുകളുള്ള ചെറിയ പ്രാണികളൊക്കെ ഉണ്ട്. അവരെയാണ് എന്ത് പറയാറ്, ഇൻസെക്ട്, ഷഡ്പദങ്ങൾ എന്ന് പറയുന്നത്. Then some of the insects have wings. ചെറിയ ചില ഇൻസെക്റ്റുകൾക്ക് എന്തുണ്ട്, ചിറകുകളും ഉണ്ട് അല്ലെ? ചിറകുകളൊക്കെ ഉള്ള ചെറിയ ഉറുമ്പുകൾ ഉണ്ട്. Then കോക്രോച്ചിനൊക്കെ എന്തുണ്ട്, ചിറകുണ്ട്. കോക്രോച്ച്, ബട്ടർഫ്ലൈ, ബീ, ചില ആന്റിനും എന്തുണ്ട്, ഉറുമ്പുകൾക്ക്, ചില ഉറുമ്പുകൾക്കും ഒക്കെ. ഷബറ, ഓക്കെ ഫൈൻ, നന്നായിട്ടുണ്ട് കേട്ടോ. ലിസൺ, ചെറിയ ചില ഉറുമ്പുകൾക്കും ഒക്കെ എന്തുണ്ട്, ചിറകുകൾ ഉണ്ട് അല്ലെ? So insects have some small animals and they have wings. Some of insects have wings and all insects have 6 legs. എല്ലാ ഇൻസെക്റ്റുകൾക്കും എന്തുണ്ട്, 6 കാലുകൾ ഉണ്ട് അല്ലെ? So then where do animals live? ഇത്രയും നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് അല്ലെ? Some animals are big animals, some animals are small animals and there are some wild animals and pet animals. Wild animals ഉണ്ട്, pet animals ഉണ്ട്, big animals ഉണ്ട്, small animals ഉണ്ട്. Then birds, പക്ഷികൾക്കൊക്കെ എന്തുണ്ട്, ചിറകുകൾ ഉണ്ട്. Then അവർക്ക് പറക്കാൻ വേണ്ടി കഴിയും. പക്ഷികൾക്ക് 2 കാലുകളുണ്ട്. These are the common facts about birds and insects. ഇൻസെക്റ്റുകളും നമ്മൾ പറഞ്ഞു അല്ലെ? 6 കാലുകളുള്ള ചെറിയ പ്രാണികളെയും ജീവികളെയും ഒക്കെയാണ് എന്ത് പറയാറ്, ഇൻസെക്റ്റുകൾ, ഇൻസെക്ട്സ് എന്ന് നമ്മൾ പറയാറ്. Then നമ്മള് ഈ മൃഗങ്ങളൊക്കെ ഇവിടെയാണ് താമസിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ? ലാൻഡിൽ താമസിക്കുന്ന മൃഗങ്ങളുണ്ട്, ദെൻ വാട്ടറിൽ താമസിക്കുന്നവരുണ്ട്, ദെൻ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടറിൽ താമസിക്കുന്നവരും ഉണ്ട്. ചില മൃഗങ്ങൾ എവിടെ താമസിക്കും, കരയിൽ മാത്രം താമസിക്കും അല്ലെ? കൗ, ഹോഴ്സ്, ഇതൊക്കെ എന്താണ്, കൗ, ഹോഴ്സ് ഇതൊക്കെ കരയിൽ ജീവിക്കുന്നതാണ്. ഗോട്ട്, അങ്ങനെ കരയിൽ മാത്രം ജീവിക്കുന്ന കുറെ മൃഗങ്ങളുണ്ട്. ദെൻ
ടർട്ടിൽ എന്താണ്? ആമ. ടർട്ടിൽ ലിവ്സ് ഇൻ വാട്ടർ. ആമയൊക്കെ എവിടെയാണ് ഉണ്ടാവുക? വെള്ളത്തിലാണ് താമസിക്കുക. Then a monkey lives on a tree. കുരങ്ങന്മാരൊക്കെ എവിടെയാ താമസിക്കുക? മരത്തിന്റെ മുകളിലാണ് അല്ലേ? വെള്ളത്തിലാണോ? നോ. നമ്മളെ പോലെ കരയിലൊക്കെയാണോ താമസിക്കുക? അല്ല, അവരെവിടെയാണ്? മരത്തിന്റെ മുകളിലാണ് താമസിക്കാറ്. So monkey lives on a tree and a turtle lives in water. Then a horse lives on land. കുതിരയും പശുവും ആടും ഒക്കെ എവിടെയാണ് താമസിക്കുക? കരയിലാണ് അല്ലേ? Then വെള്ളത്തിലാണ് ടർട്ടിലൊക്കെ താമസിക്കുക. ടർട്ടിലും ഫിഷും ഒക്കെ വെള്ളത്തിലാണ് താമസിക്കുക. മീനിനൊക്കെ എന്താണ്? വെള്ളത്തിൽ നിന്ന് പുറത്ത് താമസിക്കാൻ വേണ്ടി പറ്റുമോ? നോ. ഫിഷിനൊക്കെ എവിടെയാണ്? വെള്ളത്തിൽ മാത്രമേ താമസിക്കാൻ പറ്റൂ. And there are some animals can live both on land and water. ചില മൃഗങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വെള്ളത്തിലും ജീവിക്കാൻ പറ്റും, കരയിലും ജീവിക്കാൻ വേണ്ടി പറ്റും. അവർക്ക് വേണമെന്ന് വിചാരിച്ചാൽ അവർക്ക് വെള്ളത്തിൽ ജീവിക്കാം. Then അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവര് ലാൻഡിലും ജീവിക്കും. So frog, snake, crocodile are some examples of animals. Both can live on land and water. Okay, വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? ക്രോക്കഡൈൽ ഉണ്ട് അല്ലെ? ക്രോക്കഡൈൽ എന്താണ്? മുതല. Then snake, പാമ്പ്. ഫ്രോഗ്, തവള. ഇവർക്കൊക്കെ എന്താണ്? തവളയൊക്കെ നമ്മൾ വെള്ളത്തിലും കാണാറുണ്ട്, കരയിലും കാണാറുണ്ട് അല്ലെ? പക്ഷെ ഫിഷ് ഒക്കെ എന്താണ്? ഫിഷ് വെള്ളത്തിൽ ഉണ്ടാകാറുണ്ട്. ദെൻ അതിനെടുത്ത് നമ്മൾ കരയിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിന് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുമോ? നോ, അത് ചത്തുപോകും അല്ലെ? സോ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നതാണ് തവളയും ഫിഷും ടേർട്ടിലും ഒക്കെ. ദെൻ വെള്ളത്തിലും കരയിലും രണ്ട് സ്ഥലത്തും അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ ഫ്രോഗിനും സ്നേക്കിനും ക്രോക്കഡൈലിനും ഒക്കെ പറ്റും. അവരെ വെള്ളത്തിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാല് എന്താണ്? ഒന്നും സംഭവിക്കൊന്നുമില്ല. പക്ഷെ ഫ്രോഗും സ്നേക്കും ക്രോക്കഡൈലും വെള്ളത്തിലും കരയിലും ജീവിക്കും. പക്ഷെ നമ്മുടെ ടേർട്ടിലിനൊക്കെ എവിടെയാണ്? ടേർട്ടിലും ഫിഷും ഒക്കെ ഓൺലി ലിവ്സ് ഇൻ വാട്ടർ. വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ വേണ്ടി പറ്റൂ. എന്താണ് മോളെ ഐഫൂന? ജീവിക്കുന്ന വേറൊരു സാധനം കൂടി ഉണ്ട്. എന്താണ്? ഓക്കെ. എന്താണ്? ദെൻ നമ്മുടെ ക്രാബ് ഒക്കെ എവിടെയാണ് ഉണ്ടാവുക? വെള്ളത്തിലും ജീവിക്കും അല്ലേ? സോ ദെൻ നമ്മുടെ ആ പോർഷൻ അവിടെ കഴിയാണ്. സിമ്പിൾ കാര്യമാണ്. ഇതിൽ പഠിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് ബിഗ് ആനിമൽസ് ഉണ്ട്. ഇതിൽ ഇത്രയാണ് പഠിക്കാനുള്ളത്. ബിഗ് ആനിമൽസ് വലിയ മൃഗങ്ങൾ, സ്മോൾ ആനിമൽസ് ചെറിയ മൃഗങ്ങൾ, ദെൻ വൈൽഡ് ആനിമൽസ് വന്യജീവികൾ. വൈൽഡ് ആനിമൽസ് ആർ ദ ആനിമൽസ് ലിവ്സ് ഇൻ ദ ജംഗിൾ. കാട്ടിൽ തന്നെ താമസിക്കുന്ന ആനിമൽസിനെ നമ്മൾ വൈൽഡ് ആനിമൽസ് എന്ന് പറയും. ദെൻ ദേ ആർ പെറ്റ് ആനിമൽസ്. പെറ്റ് ആനിമൽസ് ആർ ദ ആനിമൽസ് ഫൗണ്ട് നിയർ ബൈ അവർ ഹോം. നമ്മുടെ വീടിന്റെയും പരിസരത്തും ഒക്കെ ആയിട്ട് കാണുന്ന എന്തുണ്ട്? പെറ്റ് ആനിമൽസ്. ദെൻ ബേർഡ്സ്, പക്ഷികളെ കുറിച്ച് അല്ലേ? ബേർഡ്സ് ഹാവ് വിങ്സ് ആൻഡ് ബേർഡ്സ് ഹാവ് 2 legs. അതൊക്കെ പഠിക്കണം. ദെൻ ഇൻസെക്റ്റുകൾ. ഇൻസെക്ട് ഹാവ് 6 legs and some of insects have wings. ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. Then animals lives on land, lives in water and both land and water. So നമ്മുടെ പോർഷൻ അവിടെ ഫിനിഷ് ആയി. Then നമുക്ക് ചെയ്യാനുള്ളത് അതിന്റെ ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. അതിനു മുമ്പ് എന്തുണ്ട്? ലെറ്റ് us revise എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പോർഷൻ ഉണ്ട്. Some animals are big. ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ പോർഷനിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നാണ്. Some animals are big and some animals are small. വലിയ ജീവികളുണ്ട്, then ചെറിയ ജീവികളും ഉണ്ട്. Then wild animals lives in the jungle. Wild animals are the animals lives in jungle. കാട്ടിൽ തന്നെ താമസിക്കുന്ന മൃഗങ്ങളുണ്ട് അല്ലേ? അവയാണ് നമ്മൾ എന്ത് പറയുന്നത്? Wild animals എന്ന് പറയുന്നത്. Then birds have wings and most birds can fly. പക്ഷികൾക്ക് എന്തുണ്ട്? ചിറകുകളുണ്ട്. And then most of the birds can fly. മിക്കവാറും പക്ഷികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പറക്കാനുള്ള കഴിവുകളുണ്ട്. Then insects have 6 legs. Some insects have wings. നമ്മൾ പറഞ്ഞു അല്ലേ? ഇൻസെക്റ്റുകൾക്ക് എന്തുണ്ട്? 6 legs ഉണ്ട്. 6 കാലുകളുണ്ട് അല്ലേ? ഷഡ്പദങ്ങൾ, ഇൻസെക്റ്റുകൾ. അവർക്ക് എത്ര കാലുകളുണ്ട്? How many legs have? 6. Okay. Then some insects have wings. ചില ഇൻസെക്റ്റുകൾക്ക് ചിറകുകളും ഉണ്ട് അല്ലേ? കോക്രോച്ചും ബീയും ബട്ടർഫ്ലൈയും ഒക്കെ എന്താണ്? ഇൻസെക്റ്റ് ആണ്. അവർക്കൊക്കെ എന്തുണ്ട്?
ചിറകുകളും ഉണ്ട്. Then some animals lives on land and some animals lives on water and some animals live both land and water. ചില മൃഗങ്ങൾ കരയിൽ ജീവിക്കുന്നു, ചില മൃഗങ്ങൾ വെള്ളത്തിൽ ജീവിക്കുന്നു. Then ചില ആനിമൽസ് എന്ത് ചെയ്യുന്നു, കരയിലും വെള്ളത്തിലും രണ്ട് സ്ഥലത്തും ജീവിക്കുന്നു. ഓക്കെ, then ദീക്ഷിത് ആ ലെറ്റസ് റിവൈസ് എന്നുള്ള പോർഷനിലെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ച മോനെ ദീക്ഷിത്. ലെറ്റസ് റിവൈസ്. Some animals are big, some animals are small. Okay, I told you already. Some animals are big and some animals are small. The next point. Wild animals live in the jungle. Okay, wild animals lives in the jungle. The animals lives in jungle we called wild animals. എന്താണ് വൈൽഡ് ആനിമൽസ് താമസിക്കുന്നത് എവിടെയാണ്? കാട്ടിൽ തന്നെയാണ് അല്ലേ? കാട്ടിൽ താമസിക്കുന്ന മൃഗങ്ങളെയാണ് വൈൽഡ് ആനിമൽസ് എന്ന് പറയുന്നത്. Then next point. Birds have wings. Most birds can fly. Okay, birds have wings. Most birds can fly. എന്താണ്? പക്ഷികൾക്ക് എന്തുണ്ട്? ചിറകുകളുണ്ട്. മിക്കവാറും പക്ഷികളൊക്കെ എന്ത് ചെയ്യും? പറന്ന് പോവാറുണ്ട് അല്ലേ? പറക്കാറുണ്ട്. Then next point. Okay, insects. Insects have 6 legs. Some insects have wings. Okay, അങ്ങനെ വെച്ചാൽ എന്താണ് മോനെ ദീക്ഷിത്? ഇൻസെക്ട് ഹാവ് 6 legs. എന്താണ്? ഇൻസെക്റ്റുകൾക്ക് 6 കാലുകളുണ്ട് അല്ലേ? Then ചില ഇൻസെക്റ്റുകൾക്ക് എന്തുണ്ട്? വിങ്സ് ഉണ്ട്. വിങ്സ് എന്താണ്? വിങ്സ് ചിറകുകള് കേട്ടോ. വിങ്സ് എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച്, ഒരാൾ വായിക്കുമ്പോ അവിടെയല്ലേ ശ്രദ്ധിക്കേണ്ടത്. ലിസൺ. എന്താണ്? ഇൻസെക്റ്റുകൾക്ക് 6 കാലുകളുണ്ട്. Then ചില ഇൻസെക്റ്റുകൾക്ക് എന്തുണ്ട്? ചിറകുകളും ഉണ്ട്. Then next point. Some animals live on land. Some animals live in water. Okay. Some animals lives on land. എന്താണ്? ചില മൃഗങ്ങൾ കരയിൽ താമസിക്കുന്നു. Then some animals lives in water. ചില മൃഗങ്ങൾ എവിടെയാണ്? വെള്ളത്തിലാണ് താമസിക്കാറ്. അയാൻ വിജേഷ് listen. Then next point വായിച്ചു മോനെ. Last one. Some animals live both on land and in water. Okay, good. നന്നായിട്ട് വായിക്കുന്നുണ്ട് കേട്ടോ മോനെ ദീക്ഷിത്. Then Thank you. some animals lives both on land and water. അല്ലേ? നമ്മൾ പറഞ്ഞു ചില മൃഗങ്ങൾ കരയിൽ താമസിക്കും, ചില മൃഗങ്ങൾ വെള്ളത്തിലാണ് താമസിക്കുക. And some animals lives both on land and water. ചില മൃഗങ്ങൾ എവിടെ താമസിക്കും? കരയിലും താമസിക്കും, വെള്ളത്തിലും താമസിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. പോർഷനിലോ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. എന്താണ്? ബിഗ് ആനിമൽസ്, സ്മോൾ ആനിമൽസ്, വൈൽഡ് ആനിമൽസ്, പെറ്റ് ആനിമൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ് ആൻഡ് ആനിമൽസ് ലിവ്സ് ഓൺ ലാൻഡ്, വാട്ടർ, ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ഓക്കെ, then take your pencils and നമുക്ക് എന്ത് ചെയ്യാം? ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. Take your pencils. ഇതിൽ എന്താണ്? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇല്ല അല്ലേ? ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാം നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്. Take your pencil and listen. First one, write T for true or F for false. എന്താണ്? True or false statement ആണ്. ശരിയാണോ തെറ്റാണോ എന്ന് എഴുതേണ്ടത് അല്ലേ? True or false. ഏതാണ് ശരി, ഏതാണ് തെറ്റ്? അപ്പൊ ശരിയായതിന് എന്ത് എഴുതുക? True എന്നുള്ളതിന്റെ T എഴുതുക. False ആണെങ്കിൽ F എഴുതാം. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. A squirrel is a big animal. True ആണോ? False ആണോ? A squirrel is a big animal. It is true or false? False. Yes. F എഴുതുക അവിടെ. False ആണല്ലേ? Squirrel എന്താണ്? A squirrel is a small animal ആണ്. So ഇവിടെ കൊടുത്തിട്ടുള്ളത് squirrel is a big animal. It is a false statement. Okay. Right there F. അവിടെ F എഴുതുക. False ആണത്, തെറ്റാണ്. അപ്പൊ എന്താണ്? Ayan, where's your pencil?
Ayan Vijesh. Where's your textbook and notebook and എഴുതിയോ? Yes, F. Okay. Then we keep dogs as pets. It is true or false? We keep dogs as pet. എന്താണ് ഡോഗിനെ അല്ലേ നായയെ നമ്മൾ എന്ത് ചെയ്യും പെറ്റ്സ് ആയിട്ട് വെക്കാറുണ്ടോ ഇല്ലയോ എന്നാണ്. It is true or false? It is a true statement. അല്ലേ ട്രൂ ആണല്ലേ മോനെ അയാൻ. It is true. Then we keep dogs as pets. പട്ടികളെയൊക്കെ നമ്മൾ എന്ത് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളാണ് അല്ലേ. That is a true statement. And right there T. T അവിടെ എഴുതുക. എല്ലാവരും എഴുതിയോ? Then third point, an insect has 9 legs. It is a true statement or a false statement? An insect has 9 legs. It is a false statement. Insect have how many legs? എത്ര legs ആണുള്ളത് ഇൻസെക്റ്റുകൾക്ക്? 6. Yes, insects have 6 legs. And ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് ഇൻസെക്റ്റുകൾക്ക് 9 legs ഉണ്ട് എന്ന്. പക്ഷെ 9 ഇല്ല 6 ഉള്ളൂ. അപ്പൊ ഇതെന്താണ് false ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റാണ്. അവിടെ എന്ത് നമ്മൾ എഴുതണം? F. എഴുതിയോ? Right there F. It is a false statement. So insects have 6 legs, not 9. ഇൻസെക്റ്റുകൾക്ക് 6 കാലുകളാണുള്ളത്, 9 അല്ല അല്ലേ. Then അവിടെ false എഴുതുക. And then next, a cow lives in water. It is true or false? Cow lives in water. False. Okay. F എഴുതുക. പശു വെള്ളത്തിലാണ് താമസിക്കുക. No. A cow lives in land ആണ് അല്ലേ, not in water. So right there F. It is a false statement. A cow lives in water. അവിടെ എന്ത് എഴുതുക മോളെ ദേവർഷ? F. എഴുതിയോ? എഴുതിയോ മോളെ? Yes, good. Then a frog can live both on land and in water. എന്താണ്? A frog can live both on land and in water. തവളയ്ക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ വേണ്ടി പറ്റും. It's a true or false? True. It is a true statement. തവള എന്താണ് വെള്ളത്തിലും ജീവിക്കും കരയിലും ജീവിക്കും അല്ലേ. So it is a true statement. Right there T. T എഴുതാം. Okay. So കഴിയില്ലേ, കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് squirrel is a big animal. നോക്കുക, ഒന്ന് കറക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. A squirrel is a Joel and Joven. Listen. A squirrel is a big animal. It's a false statement. We keep dogs as pet. True. An insect has 9 legs. False. A cow lives in water. False. A frog can live both land and water is a true statement. Okay. Clear. Then name 2. Our next activity. B. B നോക്കുക. A നമ്മളിപ്പോ ചെയ്തു. ഇനി അതിന്റെ താഴെ എന്തുണ്ട്? B ഉണ്ട് അല്ലേ. B എന്താണ്? Name 2. എന്താണ്? 2 പേരുകൾ എഴുതുക. ആരുടെ? Big animals. Right there 2 big animals name. അവിടെ എന്ത് എഴുതണം? ഏതെങ്കിലും 2 ബിഗ് ആനിമൽസിന്റെ പേര് എഴുതണം. ഏതാണ് എഴുതുന്നത്? എലഫന്റ് ആൻഡ് ലയൺ എഴുതിക്കോളൂ. എലഫന്റ് ആൻഡ് ലയൺ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 ബിഗ് ആനിമൽസിന്റെ പേര് എഴുതുക. പക്ഷെ ബിഗ് ആനിമൽസ് തന്നെ ആയിരിക്കണം. മംഗൂസും ക്യാറ്റും അങ്ങനത്തെ ഒന്നും എഴുതരുത്. അതൊക്കെ സ്മോൾ ആനിമൽസ് ആണ്. നമ്മൾ എന്ത് ഇവിടെ ചെയ്യേണ്ടത്? ബിഗ് ആനിമൽസിന്റെ പേര് എഴുതുക. ഏതെങ്കിലും 2 ബിഗ് ആനിമൽസ്. ഏതാണ് എഴുതുന്നത് വെച്ചാൽ ഇഷ്ടമുള്ളത് എഴുതിക്കോളൂ. സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് തെറ്റിക്കാതെ നല്ല നീറ്റ് ആയിട്ട് എഴുതുക. എലിഫന്റ് ആണെങ്കിൽ എലിഫന്റ് എഴുതാം. Then lion ആണെങ്കിൽ ലയൺ എഴുതാം. ടൈഗർ എഴുതാം. ബിയർ എഴുതാം. ജിറാഫ് എഴുതാം. ഇതൊക്കെ എന്താണ്? 2 പേരൊന്നും അല്ല അല്ലെ, ഒരുപാട് നെയിം അവിടെ എഴുതാം. ബട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 ബിഗ് ആനിമൽസ് അവിടെ എഴുതാം. സ്പെല്ലിങ് കറക്റ്റ് ചെയ്ത് എഴുതണേ. സ്പെല്ലിങ് ഏതെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കും.
എഴുതിയോ? എഴുതിയോ? ഐ ഫിനിഷ്? നോ. പെട്ടെന്ന് എഴുത്. എലിഫന്റ് ബിയർ എഴുതാം, എലഫന്റ് ലയൺ എഴുതാം, ലയണും ടൈഗറും എഴുതാം, ജിറാഫും ലയണും എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 ബിഗ് ആനിമൽസ് എഴുതണമെന്നേ ഉള്ളൂ. ബിഗ് ആനിമൽസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ. അതിന്റെ കണ്ടിന്യൂഷൻ എന്ത് ചെയ്യാ? നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. നെക്സ്റ്റ് എന്താണ് എഴുതേണ്ടത് വെച്ചാൽ സ്മോൾ ആനിമൽസ്, ഏതെങ്കിലും 2 സ്മോൾ ആനിമൽസ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ബേർഡ്സ്, ഇൻസെക്ട്സ്, ആനിമൽസ് വിച്ച് ലിവ് ഓൺ ലാൻഡ്, ആനിമൽസ് വിച്ച് ലിവ് ഓൺ വാട്ടർ. എന്താണ്? ആദ്യം നമ്മൾ ബിഗ് ആനിമൽസ് 2 പേര് എഴുതി. ദെൻ സ്മോൾ ആനിമൽസ് ഇനി 2 പേര് എഴുതണം. 2 ബേർഡ്സിന്റെ പേര് എഴുതണം, 2 ഇൻസെക്ട്സിന്റെ പേര്, ആൻഡ് കരയിൽ ജീവിക്കുന്ന ആനിമൽസ്, വെള്ളത്തിൽ ജീവിക്കുന്ന ആനിമൽസ്. സോ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അതിന്റെ നെക്സ്റ്റ് ആക്ടിവിറ്റിയും കൂടെ മിസ് പറഞ്ഞു തരാം. ദെൻ അത് കൂടെ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട് അവിടെ കൊടുത്തിട്ട്. ആക്ടിവിറ്റി സി, ബി അവിടെ ഒന്ന് എഴുതിയല്ലോ, ദെൻ അത് അവിടെ ബ്ലാങ്ക് ആയിട്ട് വിടുക. ക്ലാസ് കഴിഞ്ഞ് ഫ്രീ ആവുമ്പോൾ ഫില്ല് ചെയ്യാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നിങ്ങളിപ്പോ ഇത് ഫില്ല് ചെയ്തിട്ട് മാത്രമേ പോകണ്ടൂ കേട്ടോ. ആനിമൽസിന്റെ ഒക്കെ പേര് എഴുതി വെച്ചിട്ട് മാത്രമേ ക്ലോസ് ചെയ്ത് പോകണ്ടൂ. എന്ത് ചെയ്യാം? ഇപ്പൊ ടൈം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതൊക്കെ എഴുതുക, മറന്നു പോകരുത്. എന്തായാലും ചെയ്യണം. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ചോദിക്കും, ടെക്സ്റ്റ് ബുക്ക് കാണിക്കാൻ പറയും എഴുതാതിരിക്കുന്നത്. ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ഉള്ളത്. നോക്കാം. ദ ഡാഷ് ഈസ് എ ബിഗ് ആനിമൽ. ക്യാറ്റ് ഓർ എലിഫന്റ് ആണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഡാഷ് ഈസ് എ ബിഗ് ആനിമൽ. ക്യാറ്റ് ഈസ് എ ബിഗ് ആനിമൽ ആണോ, എലിഫന്റ് ഈസ് എ ബിഗ് ആനിമൽ ആണോ? എന്താ അവിടെ എഴുതേണ്ടത്? ക്യാറ്റ് ഓർ എലിഫന്റ്? എന്താണ് എഴുതേണ്ടത്? എന്താ എഴുതേണ്ടത് നീയ അവിടെ? ക്യാറ്റ് ആണോ എലഫന്റ് ആണോ? Elephant. Yeah, elephant. Elephant is a big animal. So right there, elephant. The elephant is a big animal. അവിടെ എന്ത് എഴുതാം? elephant എന്ന് എഴുതാം. ELEPHANT, elephant. Okay. Then next, the dash has 6 legs. Butterfly or crow? പൂമ്പാറ്റയ്ക്കാണോ ക്രോയിനാണോ എത്ര കാലുകളുള്ളത്? 6 legs ഉള്ളത്. പൂമ്പാറ്റയ്ക്കാണോ ക്രോയിനാണോ എത്ര കാലുകളുള്ളത്? 6 കാലുകൾ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ആർക്കാണ്? ആർക്കാണ് നൈല 6 legs? Who have 6 legs? In butterfly or crow? Butterfly. Yeah, butterfly. Butterfly have 6 legs. Okay. അപ്പൊ അതങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. Then birds have dash legs. How many birds? How many legs have a bird? ഒരു പക്ഷിക്ക് എത്ര കാലുകളുണ്ട്? 2, 3, 4. എത്രയാണ്? 6 ആണോ 2 ആണോ? 6 കാലുകളാണോ 2 കാലുകളാണോ ഉള്ളത്? 2. Right there, 2. നിങ്ങളത് ഹോംവർക്ക് ആയിട്ട് നോക്കിയിട്ട് ഫില്ല് ചെയ്യാം. 3 എണ്ണം പറഞ്ഞല്ലോ, ഇനി ഒന്നും കൂടിയാണ് ഉള്ളത്. അതും കൂടെ ഫില്ല് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഫില്ല് ചെയ്യാം. ദെൻ അതിന്റെ താഴെ കുറച്ച് ആനിമൽസിന്റെ ഫോട്ടോസ് തന്നിട്ടുണ്ട്. എലിഫന്റ്, സ്പാരോ, ടൈഗർ, ഫിഷ് ആൻഡ് മങ്കി അല്ലേ? ഇതിന്റെ ഇത്രയും പേരവിടെ തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? Who lives where? Write L for land, T for tree and W for water. എന്ത് ചെയ്യണം? അത് വെള്ളത്തിൽ ജീവിക്കുന്ന മൃഗമാണെങ്കിൽ, വാട്ടറിൽ ജീവിക്കുന്നതാണെങ്കിൽ അതിന്റെ താഴെയുള്ള ആ കോളത്തിൽ എന്ത് ചെയ്യണം? W എന്ന് എഴുതണം. വാട്ടറിലാണെങ്കിൽ. ഫസ്റ്റ് എന്താണ് നമുക്ക് നോക്കാം. എലിഫന്റിന്റെ തന്നിട്ടുണ്ട്. എലിഫന്റ് എന്താണ്? വെള്ളത്തിലാണോ മരത്തിന്റെ മുകളിലാണോ ലാൻഡിലാണോ താമസിക്കുക? ലാൻഡ് ആണല്ലേ. അപ്പൊ അവിടെ നമ്മൾ L എന്നാണ് എഴുതേണ്ടത്. ദെൻ അതുപോലെ നോക്കിയിട്ട് ബാക്കിയുള്ളതും കൂടെ ചെയ്യണം. സ്പാരോ ഒക്കെ എവിടെയാണ് താമസിക്കുക? ട്രീയുടെ മുകളിലാണ് അല്ലെ. അപ്പൊ അവിടെ T എഴുതി. നെക്സ്റ്റ് ടൈഗർ ആണുള്ളത്. ടൈഗർ എവിടെയാണ് താമസിക്കുന്നത് വെച്ചാല് അതുപോലെ എഴുതാം. സോ ഇത് ഒക്കെ ഹോംവർക്ക് ആയിട്ട് മുഴുവൻ ഫില്ല് ചെയ്തിട്ട് വരിക. കുറെ നമ്മൾ ചെയ്തു. ദെൻ കുറച്ചുകൂടെ ഉള്ളൂ, അത് ഫില്ല് ചെയ്യുക. അവിടെയുള്ള ടർട്ടിലിന് കളർ ചെയ്യാത്തവര്
ടർട്ടിലിനെ കൂടെ നന്നായിട്ട് കളർ ചെയ്തിട്ട് വരുവാ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, നമുക്കപ്പോ ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നമ്മുടെ സമയം കഴിഞ്ഞു. സോ എന്ത് ചെയ്യാ, അത് മുഴുവൻ നന്നായിട്ട് ചെയ്യാ, എന്നിട്ട് മാത്രം ക്ലോസ് ചെയ്ത് പോയാ മതി. ഓക്കെ, അതിപ്പൊ തന്നെ ചെയ്തിട്ട് പോയിക്കോളൂ, എന്നാ പിന്നെ നിങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ തന്നെ ചെയ്തോളൂ. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്യാണ്. ആ ഹോംവർക്ക് ചെയ്യണം. ഓക്കെ, നന്നായിട്ട് ചെയ്യണം. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് എന്തായാലും ചോദിക്കും അത്. സോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ?